أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. വഹീ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് എല്ലാവർക്കും നൽകിയപ്പോൾ എല്ലാ പ്രവാചകന്മാർക്കും ഒരുപോലെ അല്ലാഹു നൽകിയ വഹിയായിരുന്നു തൗഹീദ്. ലോകം എത്ര തവണ കേട്ടാലും എത്ര തവണ ആവർത്തിച്ചാലും എത്ര ആളുകൾ അത് പറഞ്ഞാലും തൗഹീദിന്റെ മഹത്വം, അതിന്റെ പ്രത്യേകത, അതിന്റെ ശ്രേഷ്ഠത തീരുകയില്ല. ഏതൊരു ഘട്ടത്തിലും ഏതൊരവസരത്തിലും തൗഹീദ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാർക്കും തൗഹീദ് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പ്രഖ്യാപിച്ചു. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നുഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നത്, ഓ മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ നുഹി ഇലൈഹി, ആ പ്രവാചകനിലേക്ക് വഹി നൽകിയിട്ടല്ലാതെ. എന്താണ് പ്രവാചകന്മാർക്ക് വഹി നൽകപ്പെട്ട മഹത്തായ ആ സംഗതി? അന്നഹു, നിശ്ചയമായും കാര്യം, ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാൻ മാത്രമാണ് ഇലാഹ്, ഞാൻ മാത്രമാണ് ആരാധ്യൻ ആയതിനാൽ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന സന്ദേശം നൽകപ്പെടാത്ത ഒരു പ്രവാചകൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, മന്റെ സഹോദരങ്ങളെ, ലോകത്ത് വന്ന 1,00,000 ചില്ലാനം പ്രവാചകന്മാർ ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ തൗഹീദ് പറഞ്ഞിട്ടും ലോകത്തിന്ന് ഭൂരിപക്ഷമുള്ളത് ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്. ലോകത്തിന്റെ മുക്കുമൂലകളിൽ പ്രവാചകന്മാർ വ്യത്യസ്തങ്ങളായ ഭാഷയിൽ തൗഹീദ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടും ലോകത്ത് ഏറ്റവും ബഹുഭൂരിപക്ഷമുള്ള ജനവിഭാഗം ശിർക്ക് ചെയ്യുന്ന ആളുകളാണെന്ന് വരുമ്പോൾ, മനുഷ്യ സമൂഹത്തിന് എന്നും വ്യതിയാനം സംഭവിച്ചത്, മനുഷ്യ സമൂഹം എന്നും വഴിതെറ്റിപ്പോയത് അടിസ്ഥാനപരമായി തൗഹീദിന്റെ വിഷയത്തിലാണ്. ശിർക്ക് ചെയ്ത ആളുകൾ ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം നൽകേണ്ട ആരാധനകളും നേർച്ച വഴിപാടുകളും അവനോട് മാത്രം നടത്തേണ്ട തേട്ടങ്ങളും മറ്റുള്ള പടപ്പുകളോട് നടത്തിയവർ ആരായിരുന്നു? അല്ലാഹുവിനെ അറിയാത്തവരായിരുന്നില്ല, അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തവരായിരുന്നില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ 105 മുതൽ 108 വരെയുള്ള സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർള് യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. അല്ലാഹുവിന്റെ എത്ര ആയാത്തുകൾ
അള്ളാഹുവിന്റെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ ആകാശഭൂമികളിലുമായി നിലകൊള്ളുന്നു. യമുറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. ആ ആയാത്തുകളെ നോക്കി, ദൃഷ്ടാന്തങ്ങൾ നോക്കി മനുഷ്യരാ നടക്കുകയാണ്. പക്ഷേ അത് ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാതെ അവരതാ തിരിഞ്ഞു നടക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്, അവരിൽ അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, റബ്ബിൽ വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രികൂൻ, ഏകനായ അല്ലാഹുവിൽ ശിർക്ക് വെച്ചുകൊണ്ടല്ലാതെ, അല്ലാഹുവിന് കൂറുകാരെ ഉണ്ടാക്കിക്കൊണ്ടല്ലാതെ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷവും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ശിർക്ക് ചെയ്യുന്നതെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അഫ അമിനു അൻ തഅതിയഹും ഗാശിയത്തും മിൻ അദാബില്ലാഹി ഔ തഅതിയഹും സാഅതു ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. അല്ല, അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷ അവരെ വന്ന് പിടിപെടുന്നതിൽ നിന്ന് അവർ നിർഭയരാണോ? ഔ തഅതിയഹും സാഅതു ബഗ്ത, വളരെ പെട്ടെന്ന് അവരെ പിടിപെടുന്ന ലോകാവസാനം അവരിൽ സംഭവിക്കുന്നതിൽ നിന്നവർ നിർഭയരാണോ? അവരറിയാതെ ശ്രദ്ധിക്കാതെ കഴിച്ചുകൂട്ടുന്ന ഘട്ടത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ അവർ വന്ന് പിടിപെടുന്നതിൽ നിന്ന് എന്ത് നിർഭയത്വമാണ് അവർക്കുള്ളത്? അതുകൊണ്ട് പറയൂ നബിയേ, ഖുൽ ഹാദിഹി സബീലി, ഖുൽ നബിയേ താങ്കൾ പറയൂ, ഹാദിഹി സബീലി, ഇതാണ് എന്റെ വഴി, ഇതാണ് എന്റെ മാർഗം, വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മാർഗമായ സ്വർഗത്തിലേക്കുള്ള വഴിയായ സിറാത്തുൽ മുസ്തഖീമായ ഈ വഴിയാണ് എന്റെ വഴി. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, അദ്ഉ ഇലല്ലാഹ്, അദ്ഉ ഇലല്ലാഹ്. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. അല്ലാഹുവിലേക്ക് വിളിക്കാൻ വന്നവനാണ് ഞാൻ. പടപ്പുകളിലേക്ക് വിളിക്കാൻ വന്നവനല്ല, ജിന്നിലേക്ക് വിളിക്കാൻ വന്നവനല്ല, പിശാചിലേക്ക് വിളിക്കാൻ വന്നവനല്ല, ഖബറിലേക്ക് വിളിക്കാൻ വന്നവനല്ല. അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കാൻ വന്നവനാണ് ഞാൻ എന്ന് പറയൂ നബിയേ. അലാ ബസീറ, ഞാൻ അല്ലാഹുവിലേക്ക് നിങ്ങളെ വിളിക്കുന്നത് ദുർബലമായ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല, ഏതെങ്കിലും ഒരു കീലയുടെ അടിസ്ഥാനത്തിലല്ല. അലാ ബസീറ, വളരെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, വെണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിച്ച അല്ലാഹുവിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, അലാ ബസീറ, വ്യക്തമായ ഉൾക്കാഴ്ചയോടെ പ്രമാണബദ്ധമായിട്ട് അതോ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കാണ് ഞാൻ വിളിക്കുന്നത്. അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും ഞാനും എന്നെ ഇത്തിബാ ചെയ്ത ആളുകളും ഉൾക്കാഴ്ചയോടെ അല്ലാഹുവിലേക്ക് വിളിക്കുന്നവരാണ്. വസുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ അവന് യോജിക്കാത്തത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിൽ നിന്നെല്ലാം ഞാൻ എന്റെ റബ്ബിനെ മാറ്റി നിർത്തുകയാണ്. എന്റെ റബ്ബിന് ഒരിക്കലും ചേരാത്ത ഒരു കാര്യം എന്റെ റബ്ബിന്റെ പേരിൽ ഞാൻ പറയില്ല. എല്ലാ തരത്തിലും റബ്ബിന്റെ പേരിൽ പറയപ്പെടുന്ന എല്ലാവിധ മോശത്തരങ്ങളിൽ നിന്നും എന്റെ റബ്ബിനെ ഞാൻ അകറ്റിക്കളയുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും ഞാൻ ശിർക്ക് ചെയ്യുന്നവനല്ല, ഞാൻ ശിർക്ക് ചെയ്യുകയില്ല എന്ന് പറയൂ, പ്രഖ്യാപിക്കൂ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ മനസ്സിലാക്കണം, ലോകത്ത് കഴിഞ്ഞുപോയ ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹുവിനെ അറിയാത്തവരല്ല, റബ്ബിനെ മനസ്സിലാക്കാത്തവരല്ല, റബ്ബിനെ കുറിച്ച് പഠിക്കാത്തവരല്ല, തൗഹീദ് കേൾക്കാത്തവരല്ല. നേരെ മറിച്ച് അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് അവർ ശിർക്കിലേക്ക് വീണുപോയതെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ തൗഹീദ് പറയാൻ വന്ന പ്രവാചകന്മാരോട്, ലോകത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വന്ന പ്രവാചകന്മാരോട് അല്ല പറയുന്നു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സർവമാന പ്രവാചകന്മാർക്കും ഒരുപോലെ നാം വഹി നൽകിയിട്ടുണ്ട്. ആർക്കാണ് വഹി നൽകുന്നത്? തൗഹീദ് പറയാൻ വന്ന, പാപം ചെയ്യാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതത്വം നൽകിയ, ഇസ്മത്ത് നൽകിയ അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ വിളിച്ചിട്ട് അല്ല പറയുന്നു, ലഇൻ അശ്റക്ത, പ്രവാചകന്മാരായ നിങ്ങളാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ലയഹ്ബതന്ന അമലുക,
നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നാം പാഴാക്കി കളയുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, പ്രവാചകന്മാരാണെന്ന പരിഗണന ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ തരില്ല, നിങ്ങളെ പരാജിതരിൽ ഉൾപ്പെടുത്തി കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് പറയുമ്പോ, മാന്യ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് കാലം തൗഹീദ് പറഞ്ഞ ആളാണ്. ഞാൻ 30 കൊല്ലം തൗഹീദ് പ്രസംഗിച്ച ആളാണ്. ഞാൻ 40 കൊല്ലം തൗഹീദ് പ്രസംഗിച്ച ആളാണ്. അതുകൊണ്ട് എനിക്ക് ശിർക്കിനെ പേടിക്കണ്ട, എന്നിൽ ശിർക്ക് വരൂല എന്ന് ധൈര്യത്തെയിരിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകന്മാരോട് പോലും അല്ല പറഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂല് തന്റെ അനുയായികളോട് പറഞ്ഞോ? പറഞ്ഞില്ല. നേരെ മറിച്ച് മഅഖൽ ബിൻ യസാർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, ഞാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നിട്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഞാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പ്രവാചകൻ ഇരിക്കുന്ന ഭാഗത്തേക്കൊന്ന് നോക്കിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾ നോക്കുന്നത് കണ്ട് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, യാ അബൂബക്കർ, യാ അബൂബക്കർ, ലശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ, ലശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഉറുമ്പരിച്ചു വരുന്നത് പോലെ അബൂബക്കറെ നിങ്ങളിലേക്ക് ശിർക്ക് വരും. ഉറുമ്പരിച്ചു വരുന്നത് പോലെ അബൂബക്കറെ നിങ്ങളിലേക്ക് ശിർക്ക് കടന്നു വരും. ചില ആളുകൾ പറയാണ്, ഇല്ല അത് വരൂല. ശിർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ശിർക്കുണ്ടോ? നമ്മൾ ശിർക്ക് വരുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹബീബായ പ്രവാചകന്റെ ചങ്ങാതിയായ, പരലോകത്തും പ്രവാചകൻ ചങ്ങാതിയായി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഈ മദീനയിൽ മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന ആളുകളുടെ മുഴുവൻ വിശ്വാസമെടുത്ത് തുലാസിന്റെ ഒരു തട്ടിലും അബൂബക്കറിന്റെ ഈമാൻ എടുത്ത് ആ തുലാസിന്റെ മറുതട്ടിലും വെച്ചാൽ ഏറ്റവും അധികം കനം തൂങ്ങുന്നത് അബൂബക്കറിന്റെ ഈമാൻ ഇരിക്കുന്ന ആ തട്ടിനായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, ലശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഉറുമ്പരിച്ചു വരുന്നത് പോലെ ശിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരുന്ന അബൂബക്കറെ. ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് തിരിച്ചു ചോദിക്കുകയാണ്, വഹൽ ശിർകു ഇല്ലാ മൻ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ. ഓ നബിയേ, ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പുറമെ മറ്റ് ഇലാഹിനെ ഉണ്ടാക്കലല്ലേ നബിയേ? അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി വരുമോ? ഞങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമോ എന്ന അർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ നബി പറയുന്നു, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവാരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം, ലശ്ശിർകു ഫീകും ലശ്ശിർകു അഖ്ഫാ മിൻ ദബീബിൻ നംൽ, ലശ്ശിർകു അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഉറും ധരിച്ചു വരുന്നത് പോലെ ശിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും അബൂബക്കറെ. അതുകൊണ്ടല്ല അതുല്ലുകാല ശൈഇൻ ഇദാ ഖുൽതഹു ദഹബ അൻക ഖലീലുഹു വകസീറുഹു. ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരാം, നീ അത് പതിവാക്കി കഴിഞ്ഞാൽ ചെറിയ രൂപത്തിലുള്ള ശിർക്കാണെങ്കിലും അധികരിച്ച രൂപത്തിലുള്ള ശിർക്കാണെങ്കിലും നിനക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നൊരു വാക്ക് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വഅസ്തഗ്ഫിറുക ബിമാ ലാ അഅലം. താങ്കൾ പറഞ്ഞുകൊള്ളണം അല്ലാഹുവിനോട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന്, ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ്. വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, ഞാൻ അറിയാതെ എന്നിൽ വന്നു പോകാവുന്ന ചെറിയ ശിർക്കുകൾ ഉണ്ടാകും, അതിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ്, അതിൽ നിന്ന് ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊള്ളൂ അബൂബക്കറെ, പ്രാർത്ഥിച്ചുകൊള്ളൂ അബൂബക്കറെ. എല്ലാ ദിവസവും പറയാനാ പറയുന്നത്, പ്രാർത്ഥിക്കാനാ പറയുന്നത്. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് ഞാൻ ശിർക്ക് ചെയ്യുന്ന അവസ്ഥ എനിക്കുണ്ടാക്കരുത്. ആരോടാ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖിനോടാണ് പറയുന്നത്. അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ
മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാണ്, മുർനിഈ ബികലിമാത്തിൻ അഖൂലുഹുന്ന ഇദാ അസ്ബഹതു വഇദാ അംസൈതു. അല്ലാഹുവിന്റെ റസൂലേ, നേരം വെളുക്കുമ്പോഴും വൈകുന്നേരവും എനിക്ക് പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു വാക്ക്, ഏതെങ്കിലും ഒരു കലിമത്ത് എനിക്ക് പഠിപ്പിച്ചു തരണം, പറഞ്ഞു തരണമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ഖുൽ അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശ്ശഹാദതി റബ്ബ കുല്ലി ശൈഇൻ വമലീകഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി നഫ്സി വശർരി ശൈത്വാനി വശിർകിഹി. അബൂബക്കറെ, അല്ലാതെ രാവിലെയും വൈകുന്നേരവും താങ്കൾ പറഞ്ഞു. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹ്, ആലിമൽ ഗൈബി വശ്ശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്ന അല്ലാഹ്, റബ്ബ കുല്ലി ശൈഇൻ വമലീകഹു, എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവായ അല്ലാഹ്, എല്ലാ വസ്തുക്കളുടെ മേലും ആധിപത്യമുള്ള അല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത, നീ അല്ലാതെ വേറെ ഒരു ഇലാഹില്ല എന്നതിന് ഞാൻ സാക്ഷി നിൽക്കുകയാണ്, ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. അഊദു ബിക മിൻ ശർരി നഫ്സി, അല്ലാഹുവേ, എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു ശർറുണ്ടാകുന്നുവെങ്കിൽ അതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ്. ആദ്യമായി ശിർക്ക് വന്നത് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം, 10ാം തലമുറയിലാണ് എന്ന്. 10ാം തലമുറയിലാണ് എന്നും ആ 10ാം തലമുറയിലേക്ക് ശിർക്ക് കടന്നു വന്നുവെങ്കിൽ, മാന്യ സഹോദരങ്ങളെ, ഏതൊരു കാലഘട്ടത്തിലും ഒരു നല്ല ജനത, വിശ്വാസം സ്വീകരിച്ച ജനത, ഈമാൻ ഉൾക്കൊണ്ട ജനത, തൗഹീദ് ഉൾക്കൊണ്ട ജനത, ആ ജനതയിലേക്കാണ് പിന്നീട് ശിർക്ക് കടന്നു വരുന്നത്. ഇവിടെ ആ രൂപത്തിൽ ശിർക്ക് കടന്നു വന്നു, വളരെ വ്യാപകമായ ശിർക്ക് കടന്നു വന്നു. എന്താ ഇവിടെ കടന്നു വന്ന ശിർക്ക്? ഇതുവരെയും അല്ലാഹുവിന് വേണ്ടി വാദിച്ച മുജാഹിദുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി വാദിച്ച മുജാഹിദുകൾ, അതിനുവേണ്ടി പ്രവർത്തിച്ച മുജാഹിദുകൾ, അതിനുവേണ്ടി വാദപ്രതിവാദം നടത്തിയ മുജാഹിദുകൾ, അതിനുവേണ്ടി ഖണ്ഡന പ്രസംഗം നടത്തിയ മുജാഹിദുകൾ, അതിനുവേണ്ടി വേദികളൊരുക്കിയ മുജാഹിദുകൾ, അതിനുവേണ്ടി പോസ്റ്റർ ഒട്ടിച്ച മുജാഹിദുകൾ, അവരിൽ ഒരു വിഭാഗം, ആ വിഭാഗത്തിന്റെ ഹൃദയത്തിലേക്ക് പുതിയ ചിന്താഗതി കടന്നു വന്നു. ഇന്നവരുടെ ദഅവ, ഇന്നവരുടെ വാദം, ഇന്ന് ആ സംഘത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുഖ്യമായ ഘടകമെന്താ? ജിന്ന് എന്ന് പറയുന്ന വിഭാഗം മനുഷ്യരുമായി ഭൗതികമായ നിലക്ക് ബന്ധപ്പെട്ട് സ്വതന്ത്രമായി ഇടപെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് നിലനിൽക്കാത്ത ഒരു വിഭാഗം, എന്നാൽ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് അല്ലാഹു പറഞ്ഞ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ഒരു ജനവിഭാഗം, ആ ജനവിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും ഇടപെടലുകളും ഇടപാടുകളും നടത്തുന്നത് ഒരിക്കലും മനുഷ്യനെ ശിർക്കിലേക്ക്, ആ മനുഷ്യനെ ആ രൂപത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് ശിർക്ക് സംഭവിക്കാത്ത അവസ്ഥയുണ്ട് എന്ന ഒരു ധാരണ ജനമനസ്സുകളിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടുള്ള വളരെ ശക്തമായ പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നടക്കുന്ന ചില പ്രസ്താവനകൾ, ചില പ്രസംഗങ്ങൾ കഴിഞ്ഞ ഇവിടെ നടന്ന പരിപാടിയിൽ നാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വിചാരിച്ചത് ഒരിക്കലും ആരും ന്യായീകരിക്കില്ല എന്നാണ്, ഒരാൾക്കും അത് ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ്, അത് ആളുകൾ തള്ളിപ്പറയുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ കാണുന്ന ദുരവസ്ഥ എന്താ? വീണ്ടും വീണ്ടും അതിനെ ന്യായീകരിച്ച്, വീണ്ടും വീണ്ടും അതിന്റെ പിന്നാലെ കൂടി അതിന് തെളിവുണ്ടാക്കി, ഇത്ര കിതാബ്, 30 കിതാബ്, 40 കിതാബ്, 50 കിതാബ്, 70 കിതാബ് വേണ്ട, ഒരു കിതാബ് മതി. അല്ലാഹുവിന്റെ കിതാബ് ഉണ്ടോ? 40 കിതാബ് മുജാഹിദുകൾക്ക് വേണ്ട, 50 കിതാബ് മുജാഹിദുകൾക്ക് വേണ്ട, 300 ചില്ലാനം കിതാബ് മുജാഹിദുകൾക്ക് വേണ്ട. അത്തരത്തിലുള്ള ഏടുകൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞ്, കടലിലേക്ക് വലിച്ചെറിഞ്ഞ് ഈ ആദർശം സ്വീകരിച്ചവരാണ് മുജാഹിദുകൾ. അല്ലാഹുവിന്റെ കിതാബുണ്ടോ? റബ്ബിന്റെ കിതാബുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സഹിഹായ ഹദീസുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും, സർവാത്മന ഞങ്ങൾ സ്വീകരിക്കും, യാതൊരുവിധ വൈമനസ്യവുമില്ലാതെ സ്വീകരിക്കും. 40 കിതാബ്, 50 കിതാബ്, 60 കിതാബ്, നൂറുകണക്കിന് കിതാബുകളുടെ കെട്ടുകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട തൗഹീദിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ കിതാബ് വായിച്ച്, പ്രവാചകന്റെ സുന്നത്ത് വായിച്ച് കടന്നു വന്ന മുജാഹിദുകൾക്ക് മുന്നിലേക്ക് നൂറുകണക്കിന് കിതാബിന്റെ അട്ടികൾ അടുക്കി വെച്ചിട്ട് ഇത്രയും കിതാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കിതാബിനോടൊപ്പം അത് നിൽക്കില്ല. 100,000 കിതാബ് അടുക്കി വെച്ചാലും അള്ളാഹുവിന്റെ കിതാബിനോടൊപ്പം അത് നിൽക്കില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? അള്ളാഹുവിന്റെ ഖുർആനിനെ, റബ്ബിന്റെ കലാമിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ലെന്ന് മാത്രമല്ല അത് അനുവദനീയമാണ് എന്ന് വ്യക്തമായി പ്രസംഗിച്ചു.
വ്യക്തമായി പ്രഭാഷണം നടത്തി. വെറുതെ പറഞ്ഞതല്ല, നമ്മളത് വ്യക്തമായി തന്നെ ഒരിക്കൽ കൂടി അത് കേൾക്കാൻ നമുക്കത് സാധിക്കും. ഇവിടെ ഏതെങ്കിലും കുറ്റിക്കാട്ടിലോ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇന്നെ സഹായിക്കട്ടെ, അല്ലാത്തവരിലേക്ക് സമർപ്പിച്ചാൽ ആരിലേക്ക് സമർപ്പിച്ചാലും ശിർക്കാണ്. ശിർക്കാകുന്ന കാര്യം അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യം. അല്ലാതെ ആരിലേക്ക് സമർപ്പിച്ചാലും മനുഷ്യനിലേക്ക് സമർപ്പിച്ചാലും അത് ശിർക്കാണ്. ഇനി ഒരാൾ അവിടെ ഉദ്ദേശിക്കുകയാണ്, ഇവിടെ കുറ്റിക്കാട്ടിലൊക്കെ ആരെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവും, ഒന്ന് മണ്ടി എന്നൊന്ന് സഹായിക്കേ എന്ന് ഉദ്ദേശിച്ചാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ ശിർക്കില്ലാന്ന് എല്ലാവരും പറയും. അതേപോലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ശിർക്കില്ല എന്ന് പറയുന്നത് ആ ഉദ്ദേശിച്ച സ്ഥാനത്ത് ഹാദിറും ഖാദിറുമായ കഴിവുള്ളവരും അത് ആ വിളി കേൾക്കാവുന്ന പരിധിയിൽ അവിടെ പ്രസൻസ് ഉള്ള, അതായത് അവിടെ അവരുടെ ആ സ്ഥലത്തുള്ളവർ കേട്ടെങ്കിൽ കേട്ട് സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ അള്ളാന്റെ ഏത് സൃഷ്ടികളെ ഉദ്ദേശിച്ചാലും ശിർക്ക് വരൂല. അതിൽ മലക്കുകളും പെട്ടു, ജിന്നുകളും പെട്ടു, എല്ലാവരും പെട്ടു. ഇത് പറയുന്ന സ്ഥലങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ജിന്നിനെയും മലക്കിനെയും നിങ്ങൾ കാണുന്നില്ലെങ്കിലും അവർ അവിടെ ഉണ്ട് എന്നാണ്. അവർ അവിടെ ഉള്ളവരെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവരെ നിങ്ങൾ കണ്ടോളണമെന്നില്ല. കാരണം കുറ്റിക്കാട്ടിൽ ഒളിച്ചെടുക്കുന്ന മനുഷ്യനെ കണ്ടോളണമെന്നില്ല വിളിച്ച് സഹായം ചോദിക്കുമ്പോ. അതേപോലെ തന്നെ ആണ് നിങ്ങൾക്ക് കാണാത്ത ഒരു മറക്കപ്പുറത്ത് നിൽക്കുന്ന ജിന്ന്, അല്ല മുസ്ലിം ജിന്ന് അല്ലെങ്കിൽ പിന്നെ മലക്ക്, ഇവരെ ഉദ്ദേശിച്ചാൽ അതിൽ ശിർക്ക് വരൂല. ഇനി അനുവദനീയമാണോ അല്ലേ എന്നതിനാണ് നമ്മൾ ഹദീസിന്റെ സിഹത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതും പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞതും. ഇതിന് ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിച്ചിട്ടുള്ളത്, അതായത് മുസ്ലിം ജിന്നുകളുടെ സഹായം അവരോട് അവർക്ക് കഴിവുള്ള കാര്യത്തിൽ, അവർക്ക് അള്ളാഹ് നൽകിയിട്ടുള്ള കഴിവുള്ള കാര്യത്തിൽ അവർ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ചോദ്യം കേൾക്കുന്ന രൂപത്തിൽ ചോദിക്കുന്നത് തകരാറില്ല എന്ന് പറഞ്ഞൊരു പണ്ഡിതനാണ് മുഖബിൽ വാദി. അടുത്ത കാലത്ത് മരിച്ചിട്ടുള്ള യമനിലുള്ള ഇവിടെ മദീന യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്ന ഒരു മഹാപണ്ഡിതനാണ് മുഖബിൽ വാദി, എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം അതിന് തെളിവുദ്ധരിച്ചിട്ടുള്ളത് താവനു അലൽ ബിർരി വത്തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നാണ്. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, പാപങ്ങളിലും അതുപോലെ കുറ്റകരമായ കാര്യങ്ങളിലും നിങ്ങൾ തമ്മിൽ സഹായിക്കാതിരിക്കുക എന്ന് നമ്മൾ മനുഷ്യർ തമ്മിൽ സഹായിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ആയത്താണ് അദ്ദേഹം ജിന്നുകളെയും മുസ്ലിം ജിന്നുകളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനും ജിന്നുകൾക്കുള്ള നബിയാകുന്നതും യഥാർത്ഥത്തിൽ അവർ അഭൗതികരല്ല എന്നതിനുള്ള പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ്. മന്ന സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേട്ടുവല്ലോ, ഇത് മനസ്സിലായല്ലോ. എന്താണ് ഇവിടെ വാദിച്ചത്, എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്. എന്തിനാണ് ആയത്തുള്ളത്? തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ജിന്നിനോട് പരസ്പരം സഹായം തേടാം എന്നതിന് ഖുർആനിൽ ആയത്തുണ്ട്. ഭൂമി ലോകത്ത് ഇത്രയും കാലം സലഫികൾ കഴിച്ചുകൂട്ടി ഈ കേരള മണ്ണിൽ ഈ ആയത്തുദ്ധരിച്ച് പല പ്രഭാഷണങ്ങളും കേട്ടു. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിശദീകരണം കേട്ടിട്ടുണ്ടോ? ഇതുവരെയും ഇങ്ങനെ ഒരു വിശദീകരണം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് ഇപ്പോൾ വ്യാപകമായി ഈ രൂപത്തിലുള്ള വിശദീകരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു? പിശാച് വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെ. ഇവിടെ പറഞ്ഞത് തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്തിന്റെ പരിധിയിൽ ജിന്നിനോട് സഹായം തേടുന്നതും പെടും. അത് അനുവദനീയമാക്കാവുന്നതാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. മാത്രമല്ല, എന്തുകൊണ്ട് അനുവദനീയമാക്കാം?
ജിന്ന് എന്നതൊരു ഭൗതിക ജീവിയാണ്. അപ്പൊ ഭൗതികമായ കാര്യം അവയോട് ചോദിക്കുമ്പോൾ ഒരിക്കലും അതുകൊണ്ട് ശിർക്ക് സംഭവിക്കുന്നില്ല, ശിർക്ക് വരുന്നില്ല. ആ രൂപത്തിൽ ജിന്നുമായി ബന്ധപ്പെടാവുന്നതാണ്, സംസാരിക്കാവുന്നതാണ്. നമ്മുടെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന് വേണ്ടി മാത്രം വന്ന പ്രവാചകനല്ല, ജിന്നുകൾക്ക് കൂടി വന്ന പ്രവാചകനാണ്. അതുകൊണ്ട് ഈ ജിന്നുമായുള്ള ഇടപാടുകൾ നടത്തുമ്പോഴേ അള്ളാഹുവിന്റെ റസൂല് മനുഷ്യനും ജിന്നുകൾക്കും വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണെന്ന വാദം ശരിയാകൂ എന്ന അബദ്ധജടിലമായ ഈ ന്യായീകരണവും വിശദീകരണവും കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ കേൾപ്പിച്ചപ്പോ, കേരളത്തിന്റെ മണ്ണിൽ നാടൊട്ടുക്കും നടന്നുകൊണ്ട് മുജാഹിദികൾക്കിടയിൽ വഅള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൗലവി അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുക എന്നത് ഈ പരിപാടിയുടെ ഉദ്ദേശമേ അല്ല, ഈ പ്രസംഗത്തിന്റെ ഉദ്ദേശമേ അല്ല. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെയും അദ്ദേഹത്തിന്റെ അറിവിനെയും അദ്ദേഹത്തിന്റെ പ്രസംഗ പാടവത്തെയും മുഴുവനും ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പറയട്ടെ, ഈ വാദം എനിക്കുണ്ടോ? ഈ വാദം ഞാൻ പറഞ്ഞോ? ജിന്നിനോട് തേടുന്നത് അനുവദനീയമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ ഞാൻ വാദിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് സാധാരണ ആളുകൾക്കിടയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റിരുന്നാൽ ശിർക്കാണെന്നാണ് എന്റെ വാദമെന്ന് ഒരുടുപ്പുമില്ലാതെ പരസ്യമായി കാപട്യത്തോടുകൂടി കളവ് പറയുകയും എന്നാൽ പലവരു അതിനെതിരായി സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിശദീകരണങ്ങളിൽ ഇപ്പോൾ ന്യായീകരണം വരികയാണ്. കുറ്റിക്കാട്ടിലെ ജിന്ന്, ആ കുറ്റിക്കാട്ടിലെ ജിന്നിന് ന്യായീകരണം എന്താ? ന്യായീകരണം എന്താന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിലാണ്. ഒന്ന്, ആ പറഞ്ഞ വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ തേടാമെന്ന വാദമില്ല. ഈ ശബ്ദം കേട്ടാൽ, ഈ ആയത്തോതി പ്രസംഗിക്കുന്നത് കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യർക്കും ജിന്നുകൾക്കും വേണ്ടി കൂടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്ന വാചകം കേട്ടാൽ ജിന്ന് ഭൗതികമാണ്. അതുകൊണ്ട് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന ഒരാളോട് ചോദിക്കുന്നത് പോലെ ജിന്നിനോടുള്ള തേട്ടമാകൂ എന്ന് മാത്രമല്ല, ഖുർആനിലെ ആയത്തതിന് തെളിവുണ്ട് എന്ന ആ വിശദീകരണം മുഴുവൻ കേട്ടാൽ ഇത് തേടാൻ പറ്റുമെന്നാണോ പാടില്ലെന്നാണോ ഈ പറയുന്നത്? ചോദിക്കാമെന്നാണോ ചോദിക്കാൻ പാടില്ലെന്നാണോ പറയുന്നത്? എന്നാൽ ഈ രംഗത്ത് ഇതിന് മറുപടിയുമായി പ്രവേശനം ചെയ്ത കടന്നു വന്ന ആള് പറയുന്നത് കേട്ടിട്ട് അതിന്റെ മറുപടി നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാവുന്നതാണ്. തെറ്റിദ്ധരിപ്പിച്ച മറ്റൊരു വിഷയം, NV സാലിം എന്ന് പറയുന്ന ദമാമിലുള്ള നമ്മുടെ പ്രവർത്തകൻ, നിച്ച് ഓഫ് ട്രൂത്ത് ഒക്കെ സ്ഥാപിച്ച ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം ഒരു ദാഇയാണ്. അദ്ദേഹം ഇന്റർനെറ്റിൽ പ്രസംഗിച്ചിരുന്നു ഈ വിഷയത്തിൽ. ജിന്നുകളോട് ഒരു സഹായം ചോദിക്കാൻ പാടില്ല, ഭൗതികവും ചോദിക്കാൻ പാടില്ല, അഭൗതികവും ചോദിക്കാൻ പാടില്ല. നമ്മളൊക്കെ പറയുന്നത് പോലെ തന്നെ കണ്ടോ, ജിന്ന് തന്നെ ഭൗതികമാണ് എന്ന് പറയുക. എന്നിട്ട് ഭൗതികവും ചോദിക്കാൻ പാടില്ല, അഭൗതികവും ചോദിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്റർനെറ്റിലൂടെ പ്രസംഗിച്ചത് എന്നാണ്. ജിന്നെ സഹായിക്കണേ, വൈദ്യക്കെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, യാതൊരു സംശയവുമില്ല. ഭൗതികവും ചോദിക്കാൻ പാടില്ല, അഭൗതികവും ചോദിക്കാൻ പാടില്ല, ഹാദിറുള്ള ജിന്നോട് ചോദിക്കാൻ പാടില്ല, ഗായിബുള്ള ജിന്നോട് ചോദിക്കാൻ പാടില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. പക്ഷേ അങ്ങനെ ഹാദിറായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് അവരോട് ചോദിക്കാമെന്ന അഭിപ്രായമുള്ള ചില ആളുകളുണ്ട്. അങ്ങനെ തെളിവ് പറയുന്നത് വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്താണ്. ഇവരതിന് എടുത്തത് കണ്ടോ, ജിന്നിനോട് തേടാൻ ആയത്തുണ്ട്. തേടാന്നല്ല പറഞ്ഞത്. അങ്ങനെ ചില ആളുകൾ സഹായം ചോദിക്കാം, അത് മുബാഹായ കാര്യങ്ങളിൽ, അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ, അത് തന്നെയും അവരുമായി ബന്ധപ്പെടുന്നത് ഹലാലായ മാർഗത്തിലൂടെയാണെങ്കിൽ എന്ന ഷർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞെന്താ അറിയോ, പ്രസംഗം മാത്രല്ല, ഇപ്പൊ ഇന്റർനെറ്റിൽ ഇതാ സാലിമിന്റെ ലേഖനവുമുണ്ട്. എന്നിട്ട് ഇന്നൊരു വാചകം മാത്രം വായിക്കും. എന്താ വാചകം എന്നറിയോ? 2 നിബന്ധനയോടുകൂടി ജിന്നുകളോട് സഹായം ചോദിക്കാമെന്ന് പറയുന്നുണ്ട്. അവ 1 ഹറാമായ കാര്യത്തിനോ 2 ഹറാമായ മാർഗത്തിലൂടെയോ ആവരുത് എന്നുള്ളതാണ്. ഇത് ജിന്നുകളോട് ഭൗതിക കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നതിന് തെറ്റില്ല മുസ്ലിം ജിന്നുകളോട് എന്ന് അഭിപ്രായപ്പെട്ട ചില പണ്ഡിതന്മാർ അഭിപ്രായം പറയാ. എന്നിട്ടോ അവിടെ നിർത്തിയില്ല. എന്നാൽ അധികം ആളുകളും തുടക്കത്തിൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുകയും പിന്നീട് അവർ ജിന്നുകളുടെ വാക്കുകൾക്ക് അടിമപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അങ്ങനെ ഷെയ്ഖ് സാലി ആലു ഷെയ്ഖ് ഹഫിളഹുല്ലാ ഈ ലേഖനത്തിൽ പറഞ്ഞ പോലെ അവർ ശിർക്കിൽ കൂപ്പുകുത്തും. അതുകൊണ്ട് ആ വാതിൽ തീർച്ചയായും അടയ്ക്കേണ്ടതാണ്. ഈ പണ്ഡിതന്മാരുടെ ഇങ്ങനെയുള്ള പരാമർശം കാരണം അവർ ശിർക്കിന്റെ പ്രചാരകരാണെന്നോ മുശ്രിക്കായെന്നോ അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന വസ്തുത
ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ഈ ലേഖനത്തിൽ തന്നെ സ്ഥാപിക്കുന്ന എന്താ? ജിന്നുകളോട് സഹായം ചോദിക്കൽ നിഷിദ്ധം. ഇത് വായിച്ചിട്ട് അൻസുവലി പറയാണ്, കണ്ടോ ജനാബത്തുലിക്ക് എത്ര ഷർത്താ? 2 ഷർത്ത്. ജിന്നുകളോട് സഹായം ചോദിക്കാൻ എത്ര ഷർത്താ? 2 ഷർത്ത്. കണ്ടോ എവിടേക്കാ അവർ കൊണ്ടുപോണത് എന്ന് പറഞ്ഞിട്ട് സ്ഥാപിക്കുക. എന്തൊരു തട്ടിപ്പെന്നാണ് ചോക്കി. തൊട്ട് ശേഷമുള്ള വാചകത്തിൽ അത് പാടില്ല, നിഷിദ്ധമാണ് എന്നാണ് പറയുന്നത്. ആ വാതിൽ അടക്കണം എന്നാ പറയുന്നത്. എന്നിട്ട് അത് അനുവദനീയമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മുഖ്ബിലുൽ വാദഇ എന്ന് പറയുന്ന പണ്ഡിതൻ, മദീന യൂണിവേഴ്സിറ്റി അധ്യാപകനായിരുന്ന യമനിലെ മുഹദ്ദിസായിരുന്ന മുഖ്ബിലുൽ വാദഇയുടെ ഒരു വാചകം അത് ഉദ്ധരിച്ചുകൊണ്ടാണ് വതആവനുൽ ബിരി വത്തഖ്വ എന്ന ആയത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടാണ് ഉദ്ധരിച്ചത്. അത് തെളിവല്ല, നമുക്ക് തെളിവാക്കാൻ പറ്റുകയില്ല എന്നാണ് സാലിം അതിൽ പറയുന്നത്. പക്ഷെ അതുപോലും തെറ്റിദ്ധരിപ്പിക്കാണ്. ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളാണ് വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ വിശദീകരണ യോഗങ്ങള് ഇവിടെ ഒരാൾ എഴുതി ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോ ഇനി മണ്ഡലത്തിലേക്ക് ഇറങ്ങും, യൂണിറ്റിലേക്ക് ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞത്? നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പോൽ. നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പോൽ. ഒരു അമുസ്ലിമായ മലയാളം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനോട് ഈ ലേഖനം കൊണ്ടുപോയി കൊടുത്തിട്ട് ഇതിന്റെ അടിക്കുറിപ്പൊന്ന് വായിച്ച് ഇതിൽ ആശയം എന്താണെന്നൊന്ന് പറയാൻ പറയൂ. തെറ്റിദ്ധരിപ്പിക്കുകയാണോ? തെറ്റിദ്ധരിപ്പിക്കുകയാണോ? മലയാളം വായിക്കാൻ അറിയുന്ന ഒരു അമുസ്ലിമായ മലയാളം മാഷിന്റെ കയ്യിൽ ഈ ലേഖനം കൊണ്ടുപോയിട്ട് അതൊന്ന് വായിച്ചിട്ട് അതിനുള്ള ആശയം ഒരു പേപ്പറിലേക്ക് പകർത്തി തരാൻ പറയൂ. എന്താ ഉള്ളത്? എന്താ ഉള്ളത്? ഇതിലെന്താ ഉള്ളത്? ഒന്ന്, ഈ ലേഖനം എഴുതിയതാരാ? ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖാണ്. ഈ ആലു ഷെയ്ഖ് എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ പറയുന്നൊരു ഭാഗം, ഷെയ്ഖ് പറയുന്നൊരു ഭാഗം ഞാൻ ആദ്യം വായിക്കാം, കേട്ടോ. അള്ളാഹുവിന്റെ ശത്രു ശ്രമിക്കുന്ന ഭിന്നിപ്പിക്കലിൽപ്പെട്ടതാണിത്. മാത്രമല്ല അതിൽ അധികവും ഈ ഭാഗത്തിലൂടെയായിരിക്കും. അള്ളാഹുവിന്റെ ശത്രുവിന് ഏറ്റവും ഇഷ്ടം വിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്നതിനാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്താന ഐസ അയ്യഅബുദഹുൽ മുസല്ലൂന ഫീ ജസീറത്തിൽ അറബ് വലാകിൻ ഫി തഹരീശ് ബൈനഹും. നിശ്ചയം ശൈത്താൻ അറേബ്യൻ ഉപദ്വീപിൽ നമസ്കരിക്കുന്നവർ അവനെ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച് പിശാചി നിരാശനാണ്. പക്ഷേ അവൻ അവർക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കും. അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിച്ചോണം. ഈ വിഷയം പണ്ഡിതന്മാർ നിരുത്സാഹപ്പെടുത്തുകയും എതിർക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്ത വാചകം ഷെയ്ഖിന്റെ വാചകമാണ്. ആരു ഷെയ്ഖിന്റെ വാചകം എന്താണ് കേട്ടോ? ജിന്നിനെ ഉപയോഗപ്പെടുത്തുകയും ചില പണ്ഡിതന്മാർ അത് അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് മാർഗമന്വേഷിക്കുന്നവർക്കെതിരിൽ തെളിവ് സ്ഥാപിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മനസ്സിലായി? ഇപ്പൊ ചില ആളുകൾ 30 കിതാബ്, 40 കിതാബ്, 50 ഉദ്ധരണി, 75 വാക്ക്, 300 കൗല്, ഇങ്ങനെ ജിന്നിനോട് തേടാൻ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള കൗലുകൾ അന്വേഷിച്ച് അത് അനുവദനീയമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ വാക്കുകൾ തേടിപ്പോകുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്ന് മാത്രമല്ല, ആ രൂപത്തിലുള്ള മാർഗം അന്വേഷിക്കുന്നവർക്കെതിരെ വളരെ ശക്തമായി തെളിവ് സ്ഥാപിച്ചുകൊണ്ട് അവരെ ഇരുത്തണമെന്ന് ആലു ഷെയ്ഖ് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കുറ്റിക്കാട്ടിലെ ജിന്ന്, ആ ജിന്നിന്റെ തെളിവന്വേഷിച്ച് ചില ആളുകൾ പോയതുപോലെ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ ജിന്നുണ്ട് മലക്കുണ്ട് എന്ന് പറഞ്ഞു കിതാബുകളിൽ വരികൾ അന്വേഷിച്ചു പോയവരെ പോലെ ജിന്നിനോട് സഹായം തേടൽ അനുവദനീയമാണെന്ന് സ്ഥാപിക്കാനുള്ള ഉദ്ധരണികളും തെളിവുകളും അന്വേഷിച്ചു പോകുന്നവർ, അതിനുള്ള മാർഗം അന്വേഷിക്കുന്നവർ അവർക്കെതിരെ തെളിവുണ്ടാക്കുകയും അവരെ ഇരുത്തേണ്ടിടത്തിരുത്തുകയും അവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഷെയ്ഖ് പറഞ്ഞപ്പോൾ അതിന് NV സാലിം എന്ന് പറയുന്ന ആള് അടിക്കുറിപ്പ് നൽകി. ഇത് ആലു ഷെയ്ഖിന്റെ വാക്കല്ല, ആലു ഷെയ്ഖിന്റെ വചനമല്ല. നേരെ മറിച്ച് അടിക്കുറിപ്പ് നൽകുന്നത് എന്താ കേട്ടോളൂ. ഇവിടെ പ്രത്യേക പരാമർശം അർഹിക്കുന്ന ഒരു വിഷയമാണ്. അഹ്ലുസുന്നയുടെ ചില പണ്ഡിതന്മാർ ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ അനുവദിച്ചപ്പോൾ അവർ വെച്ച മാനദണ്ഡങ്ങൾ ഇത് മലയാളത്തിലാണ്, ഇത് കൊടുക്കുന്നത് സലഫികൾക്കാണ്, ഇത് വിതരണം ചെയ്യുന്നത് മുജാഹിദുകൾക്കിടയിലാണ്. നാട്ടിലെ ഖുറാഫിക്ക് കൊടുക്കാൻ ഇറക്കിയതല്ല ഈ ലഘുലേഖ. നേരെ മറിച്ച് ഇന്റർനെറ്റിലൂടെ, ഇമെയിലിലൂടെ കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള മലയാളികളായ സലഫികൾക്കിടയിൽ വിതരണം ചെയ്യുവാൻ വേണ്ടി ബോധപൂർവം അടിച്ചിറക്കിയതാണ് ഈ കോപ്പി. അതിൽ പറയുകയാണ്, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദിച്ചിട്ടുണ്ട് ചിലർ എന്ന് പറഞ്ഞിട്ട് അതിന് അവർ ചില മാനദണ്ഡം വെച്ചിട്ടുണ്ട്.
എന്നിട്ട് പറയുന്നത് കേട്ടോളൂ. ശൈഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ ശറഹുൽ അഖീദ എന്ന ഗ്രന്ഥത്തിലും അതുപോലെ ശൈഖ് മുഖ്ബിൽ അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ മുജീബ് എന്ന ഗ്രന്ഥത്തിലും 2 നിബന്ധനയോടുകൂടി ജിന്നിനോട് സഹായം ചോദിക്കാം എന്ന് പറയുന്നുണ്ട്. ജിന്നിനോട് ചോദിക്കാൻ പാടില്ലെന്നല്ല, 2 നിബന്ധനയോടെ ജിന്നിനോട് ചോദിക്കാം എന്ന് ഈ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. ഒന്ന്, ചോദിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ വെച്ച 2 നിബന്ധന, അതിനാ ഞാൻ പറഞ്ഞത് കുളിയുടെ ഫർള് പോലെ 2 കാര്യം. അതെന്താ? ഹറാമായ കാര്യത്തിനോ ഹറാമായ മാർഗത്തിലൂടെയോ ആവരുത്. അപ്പൊ ഹറാമായ കാര്യത്തിലാകരുത്, ഹറാമായ മാർഗത്തിലുമാകരുത്. പിന്നെ അതിന്റെ ചുവട്ടിൽ എന്താ പറഞ്ഞത്? ചോദിക്കരുത് എന്നാണോ? ഹലാലായ മാർഗത്തിലൂടെയാണെങ്കിലും ഹലാലായ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും ചോദിക്കരുത് എന്നാണോ അതിന്റെ ചുവട്ടിൽ എഴുതിയത്? അല്ല. പിന്നെന്താ എഴുതിയത്? കേട്ടോളൂ. എഴുതിയത് എന്നാൽ അധികം ആളുകളും തുടക്കത്തിൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുകയും പിന്നീട് അവർ ജിന്നുകളുടെ വാക്കുകൾ കടിമപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. മനസ്സിലായോ? അങ്ങനെ ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖ് ഈ ലേഖനത്തിൽ പറഞ്ഞതുപോലെ അവർ ശിർക്കിൽ കൂപ്പുകുത്തും. അപ്പോ ഹലാലായ കാര്യത്തിൽ ചോദിച്ചാൽ, ഹലാലായ മാർഗത്തിൽ ചോദിച്ചാൽ ശിർക്കല്ല. ആദ്യം ഭൗതികമായ കാര്യം ജിന്നിനോട് ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ ചോദിച്ച് ചോദിച്ച് പിന്നെ അഭൗതികമായ കാര്യം ചോദിക്കും. അപ്പോഴേ ശിർക്കാകൂ. അപ്പോ അതാണ് അതിന്റെ ചുവട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഏതുപോലെ എന്നറിയോ? ഒരു ഹാജിയാർ കള്ളിഷാപ്പ് തുടങ്ങി എന്ന് വിചാരിക്കുക. ഹാജിയാർ കള്ളിഷാപ്പ് തുടങ്ങിയപ്പോ നാട്ടിലെ മഹല്ല് കമ്മിറ്റി ഇടപെട്ടിട്ട് ഹാജിയാരെ വിളിപ്പിച്ചു. നിങ്ങൾ എന്ത് തോന്നിയാസാ ചെയ്യണത്? കള്ളിഷാപ്പ് നടത്താൻ പാടുണ്ടോ? നിങ്ങളൊരു മുസ്ലിം അല്ലേ, കള്ളി വിൽക്കാൻ പാടുണ്ടോ? അപ്പൊ അയാൾ വിളിക്കുക, വാ എന്റെ ബോർഡ് കണ്ടു. എന്താ എഴുതി വെച്ചിരിക്കണത്? കള്ള്, അല്ലെങ്കിൽ കള്ള് ഷാപ്പ്. അപ്പൊ അത് നിങ്ങൾ കണ്ടുള്ളൂ. അതിന് ചോട്ടിൽ വായിച്ചു നോക്ക്. എന്ത്? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നതിന്റെ ചോട്ടിലില്ലേ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നതിന്റെ ചോട്ടിലില്ലേ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നതിന്റെ ചോട്ടിൽ എഴുതി വെച്ചാൽ തന്നെ കള്ള് ഷാപ്പ് എന്ന പരസ്യം അവിടുന്ന് ഇല്ലാതാകോ? ഇത് അതിനേക്കാൾ ഗൗരവമായി ശിർക്ക്, ആ ശിർക്കിലേക്ക് പ്രേരിപ്പിക്കുന്ന വാക്ക് എഴുതി വെച്ചിട്ട് ആദ്യം ഭൗതികമായ മാനദണ്ഡം ചോദിക്കും, പിന്നെ അഭൗതികമായ കാര്യം ചോദിച്ചു ശിർക്കിലേക്ക് കൂപ്പുകുത്താൻ സാധ്യതയുള്ളത് കൊണ്ട് വാതിലടക്കേണ്ടത് എന്ന വാക്ക് അതിന്റെ ചോട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കൃത്രിമം കാണിച്ചതിന്റെ മുകളിലോ ഹലാലായ കാര്യത്തിന് ഹലാലായ മാർഗത്തിലൂടെയുള്ള ചോദ്യം അത് ശിർക്കല്ല എന്ന് മാന്യ സഹോദരങ്ങളെ എഴുതി എന്തിന് സലഫികൾക്കിടയിൽ പ്രചരിപ്പിക്കണം? അള്ളാഹുവിനെ വിളിക്കാൻ പഠിച്ച മുജാഹിദുകള്, തൗഹീദ് പഠിച്ച മുജാഹിദുകള്, സലഫികള് അവർക്കിടയിൽ ഈ ലലാലത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാന്യ സഹോദരങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഇത് ഖുർആൻ പഠിപ്പിച്ച അടിസ്ഥാന തത്വത്തിനെതിരായ നിലപാടാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അടിസ്ഥാന തത്വത്തിന് എതിരായ നിലപാടാണ്. ഇതൊരിക്കലും സലഫികൾക്ക് സ്വീകാര്യമല്ല, സലഫികൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല, മുജാഹിദുകൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അള്ളാഹു ഇതിനെ എതിർത്തിട്ടുണ്ട് എന്നതുകൊണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വളരെ ഗൗരവത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അള്ളാഹു പറയുന്നത്? മറിച്ചു നോക്കണം, സലഫികൾ എഴുതി വെക്കണം, മുജാഹിദ് പ്രവർത്തകർ എഴുതി വെക്കണം, ഈ വസ്വാസുമായി വരുന്നവരുടെ ചെവിയിൽ ഓതിക്കൊടുക്കണം. വിശുദ്ധ ഖുർആനിൽ ആയത്ത് സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് എന്താ അള്ളാഹു പറയുന്നത്? وَيَوْمَ يَحْشُرُهُمْ جَمِيعًا يَا مَعْشَرَ الْجِنِّ قَدِ اسْتَكْثَرْتُمْ مِنَ الْإِنسِ وقال أولياؤهم من الإنس ربنا استمتع بعضنا ببعض وبلغنا أجلنا الذي أجلت لنا قال النار مثواكم خالدين فيها إلا ما شاء الله إن ربك حكيم عليم. ഇത് പാള കിതാബല്ല, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഖൗലല്ല, ദുർബലമായ ഹദീസല്ല, അല്ലാഹുവിന്റെ കലാം, വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിച്ച അല്ലാഹുവിന്റെ കലാം. എന്താ അല്ലാഹു പറയുന്നത്? വയൗമ യഹ്ശുറുഹും ജമീആ, മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടും. മനുഷ്യരെ മുഴുവത്തെയും അല്ലാഹു ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞാൽ ജിന്നുകളെ അല്ലാഹു അന്ന് അവിടെ കൊണ്ടുവരും, മലക്കുകളെ അല്ലാഹു അവിടെ കൊണ്ടുവരും, പക്ഷിമൃഗാദികളെ അല്ലാഹു അവിടെ കൊണ്ടുവരും, മനുഷ്യരെ നിങ്ങളെയും അല്ലാഹു അവിടെ കൊണ്ടുവരും. അങ്ങനെ മുഴുവൻ ആളുകളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു ചോദിക്കും, യാ മഅ്ശറൽ ജിന്ന്, യാ മഅ്ശറൽ ജിന്ന്, ഓ ജിന്നുകളെ, ഓ ജിന്നുകളെ, ഓ ജിന്നുകളെ, ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസ്, നിങ്ങൾ ഒരുപാട് മനുഷ്യരെ പിഴപ്പിച്ചു കളഞ്ഞല്ലോ ജിന്നുകളെ.
തൗഹീദുള്ള സുന്നത്തുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ തൗഹീദിന് വേണ്ടി വാദിച്ച തൗഹീദിന് വേണ്ടി ജീവിച്ച ഒരുപാട് മനുഷ്യരെ നിങ്ങൾ പിഴപ്പിച്ചു കളഞ്ഞുവല്ലോ ജിന്നുകളെ എന്ന് ജിന്നുകളോട് അല്ലാഹ് ചോദിക്കുമ്പോ അതിന് മറുപടി പറയുന്നു. ആര്? മനുഷ്യര് മറുപടി പറയുന്നു. ജിന്നുമായി ഏറ്റവും അധികം അടുപ്പം സ്ഥാപിച്ച മനുഷ്യരവിടെ വെച്ച് മറുപടി പറയുകയാണ്. വഖാല ഔലിയാഉഹും മിനൽ ഇൻസ്. ആ ജിന്നുകളുമായി അങ്ങേയറ്റത്തെ ബന്ധം സ്ഥാപിച്ച് ജിന്നിന്റെ മിത്രങ്ങളായി ജീവിച്ച മനുഷ്യർ അവിടെ വെച്ചുകൊണ്ട് പറയുന്നു, റബ്ബനസ്തംതാ ബഅദുനാ ബിബഅദ് റബ്ബനസ്തംതാ ബഅദുനാ ബിബഅദ്. അല്ലാഹുവേ, ഞങ്ങൾ പരസ്പരം ഉപകാരമെടുത്തു റബ്ബേ, ഞങ്ങൾ പരസ്പരം മതായിനെ തേടി റബ്ബേ, ഞങ്ങൾ പരസ്പരം മതായ തേടി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, താവനു അലൽ ബിർരി വത്തഖ്വ. ജിന്നുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടണം, സഹകരിക്കണമെന്ന് പറഞ്ഞതുപോലെ ജിന്നും മനുഷ്യരായ ഞങ്ങളും തമ്മിൽ പരസ്പരം ഇടപെട്ടു റബ്ബേ. അങ്ങനെ വബലഗ്നാ അജലല്ലദീ അജ്ജൽത ലനാ. ഞങ്ങളുടെ ആയുസ്സങ്ങ് തീർന്നുപോയി റബ്ബേ. ഞങ്ങൾ അങ്ങനെ ഇടപെട്ട് ജിന്നുമായി ഇടപെട്ട് ജീവിച്ച് ഞങ്ങളുടെ ആയുസ്സങ്ങ് തീർന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയെന്ന് ആ മനുഷ്യർ അല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് നാളെ പരലോകത്ത് പറയുമ്പോ അല്ലാഹ് എന്താ ചോദിക്കുന്നത്? ഭൗതികമായ കാര്യമാണോ നിങ്ങൾ ചോദിച്ചത്? എങ്കിൽ പേടിക്കണ്ട, പൊയ്ക്കോ സ്വർഗത്തിലേക്കെന്നാണോ പറയുന്നത്? നിങ്ങൾ സലഫികളാണോ? എങ്കിൽ പേടിക്കണ്ട, പൊയ്ക്കോ സ്വർഗ